പോയില്ല. ഇനി രാത്രി സമയത്തോട് പകലായിരിക്കാനും ഞാൻ വിളിക്കാൻ തയ്യാറാകും. മറ്റാരുടെയും ഔദാര്യം സ്വീകരിക്കാനും അതൊരു പ്രമാണമാണ്. ഇതൊക്കെയാണ് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു ഉത്തമ ഭക്ഷണമാണ്. എല്ലാ വിശ്വാസത്തിലുള്ള എന്റെ വാർത്തകൾ എല്ലാ വിശ്വാസവും നമ്മുടെ ദേശീയമായ സഭയിൽ ഏറ്റവും അഭിമാനമായതാണ് വേർപാട്. ഒരിക്കലും നേർപ്പകാലവും പോലെ ദേശത്തോട് വിശുദ്ധത്തോട് നിഷ്കരണത്തോട് ജീവിച്ച് നാല് കർഷകനായി മാതൃകനായി ജീവിക്കുന്നു. എല്ലാവർക്കും ഒരു സമാധാനം നിങ്ങളുടെ വിശേഷനാമത്തിലെ എന്റെ സ്നേഹാത്മാവ്. ഞാൻ എല്ലാം കുടുംബത്തിന്റെ പേരില് എന്റെ പ്രിയപിതാവ് ശിവകൃഷ്ണന്റെ സുഖത്തിൽ അനുസ്വാദം വകയും അതുപോലിരിക്കുന്ന നിങ്ങളുടെ നന്ദി വകയും ചെയ്യാനാണ് കൊടുക്കുന്നത്. ഞങ്ങളുടെ പിതാക്കന്മാരെ 7 പേര് ഈ പ്രദേശത്ത് താമസിച്ചിരുന്നത്. അതിൽ മൂന്നാം ആളിന്റെ മകളിൽ 5-ാമനാണ് ബഹുമാനാൻ, 4-ാമനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിവകൃഷ്ണൻ. ലജ്ഞാമണി കുടുംബത്തിന്റെ പേരിൽ ഞങ്ങൾ എവിടെ ചെന്നാലും ലജ്ഞാമണിലെ ആണ് എന്ന് പറയുന്നത് ശിവകൃഷ്ണന്റെ ആരാണ് എന്ന് പലരും ഇപ്പോൾ ചോദിക്കാറ്. ഈ 2-ാം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളില് ശിവകൃഷ്ണനെ തെറ്റിക്കേടാതായിട്ടുള്ള സ്ഥലങ്ങളും ജനങ്ങളുണ്ടായിരുന്നു. വളരെ മാതൃകയായിട്ട് ഒരു കൃഷിക്കാരെന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനും തനിക്ക് നൽകിയതായിട്ടുള്ള 5 ആൺമക്കളെ താൻ വിശ്വസിച്ചതായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസത്തിലെ അണിയൊഴിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും പ്രിയപ്പെട്ട ശിവകൃഷ്ണനെ കഴിഞ്ഞിരുന്നത് വളരെ ശക്തമായിട്ടുള്ള സംഘടനയും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ പ്രവർത്തിപ്പാനും ഒക്കെയും ദൈവത്തിന്റെ സർവമാവുക നന്മകളും അദ്ദേഹത്തിനെ ലഭിച്ചത്. അതുപോലെ മക്കൾ ശിവകൃഷ്ണനെ ഒരു മാതൃക കൃഷിക്കാരനായിരുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി കഴിയില്ല. അങ്ങനെയുള്ള പ്രിയപ്പെട്ട ശിവകൃഷ്ണന്റെ വിദ്യാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഹൃദയമായിട്ടുള്ള അനുശോചനം ഈ സമയം അറിയിച്ചുകൊള്ളു. ഇവിടെ വന്നുകൊണ്ടതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട വിശ്വാസികളും പ്രത്യേകിച്ച് IPC സഭയുടെ സെൻട്രൽ ഫാസ്റ്റായിരിക്കുന്ന ബഹുമാനായിട്ടുള്ള കേരളാചാര്യൻ ഇവിടെ വന്ന് നിർമ്മിക്കുവാനും ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാനും സന്മനസ് കാണിച്ചതിലും സർവശക്തനായിട്ടുള്ള ദൈവത്തിന് അനുവദിച്ചതിലും അദ്ദേഹത്തിനുള്ള ഹൃദയമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഈ സമയം അറിയിച്ചുകൊള്ളു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ച് ഈ സംഘത്തെ ചുമതല വഹിക്കുന്ന ഞങ്ങളിവിടെ പ്രാഥമിക താമസമാക്കിയതിനു ശേഷം പ്രത്യേക അദ്ദേഹത്തെ കുറിച്ച് അറിയുവാനും വിശ്വാസത്തിൽ വന്ന ശേഷം ആ നിലയില് പരിചയപ്പെടുവാനും ബന്ധപ്പെടുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം എനിക്ക് ധൈര്യമായി പറയാം. താൻ അറിയുന്ന കാര്യങ്ങളെ കുറിച്ച് ശക്തിയായി പറയേണ്ട ഒരു കാര്യമുണ്ട്. വേറൊരു കാര്യം എല്ലാവരും ഇവിടെ ഓർമ്മിച്ചു. വളരെ അഭിമാനിയായ ഒരാളായിരുന്നു. വളരെ ഒരു കൃഷിക്കാരനായിരുന്നു. തന്റെ മക്കളെ പഠിപ്പിക്കുവാൻ, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാനെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അവർ രോഗം പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. അതെ, കോടാനുകോടി വിശുദ്ധന്മാരിൽ തിരഞ്ഞെടുക്കുന്ന പുലരിയിൽ പ്രിയ ശിമോനിച്ചാനെ തേജസ്സുള്ള ശരീരത്തോടുകൂടി കാണാം എന്നുള്ള പ്രത്യാശ നമുക്കായിരിക്കാം. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തിൽപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സർവപ്രവാലുമായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ശിമോനിച്ചാനുമായിട്ട് എനിക്ക് അധികം വ്യക്തിപരമായ പരിചയമില്ല എങ്കിലും ഇവിടെ കടന്നു വന്നപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞു. എന്റെ ഒരു സഹോദരന്റെ ഭാര്യയുടെ കൊച്ചപ്പനാണ് പ്രിയ ശിമോനിച്ചാനെന്ന്. IPC റാന്നി വെസ്റ്റ് സെൻട്രൽ കൗൺസിലിന്റെയും എല്ലാ കർത്തദാസന്മാരെയും ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന IPC ഇമ്മാനുവേൽ ഉന്നക്കാർ സഭയുടെയും
നാമത്തോടെ അനുശോചനം പ്രത്യാശ അറിയിച്ചുകൊണ്ട് അച്ഛനും ഈ സഭയുടെ ശുശ്രൂഷകനും മറ്റുള്ള ദൈവദാസന്മാർക്കും അതുമായി ഇത് നാളെ കുർബാനയുടെയും നന്ദിയും സ്നേഹമായിരിക്കുന്നു. കഴിഞ്ഞ 40 ദിവസമായിട്ട് ഒരുപാട് സൗകര്യാതെ ആശുപത്രിയിലും പഠനമായിരുന്നു. ആ സമയത്ത് അവർ പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും നടത്തിയിട്ടുള്ള ദേവദാസന്മാർക്കും ദൈവമക്കൾക്കും അതുപോലെ എല്ലാ ആളുകൾക്കും ഞങ്ങളുടെയും കുടുംബത്തിലെയും നിങ്ങളെ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ഉപദേശിക്കുന്നു എന്ന് ഇതൊക്കെ ദൈവം പ്രതിഫലം നൽകി സഹായിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്നവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള വാക്കുകളോടുകൂടെ ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. തുടർന്ന് കർത്താവിന്റെ ദാസൻ ചെറിയവர்கள் ദൈവത്തിൽ നിന്ന് ശോഭിച്ച ദൈവങ്ങളുടെ ശുദ്ധ അവസാനിപ്പിക്കുന്നു. സഭയോടും വിശുദ്ധന്മാരോടും വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങളോടുള്ള ബന്ധത്തിലാണ് പൗലോസപ്പോസ്തലന്റെ ഈ ചിന്താഗതി വെളിവാൻ കാരണം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിനനുസരിച്ച് ഒരു ന്യായവിധി മനുഷ്യനുണ്ട് എന്ന് പൗലോസ് പറയുന്നു. ഈ ന്യായവിധി മനുഷ്യന് മരണാനന്തരം ഉണ്ടോ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ന്യായവിധി ഉണ്ട്, എല്ലാ പ്രമാണങ്ങളിലും അധിഷ്ഠിതമായി അതുണ്ട് എന്ന് തെളിയിക്കാൻ ബുദ്ധിമുട്ടില്ല. ശരീരത്തിൽ ജീവിക്കുന്ന കാലയളവിനെയാണ് അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ക്രിസ്തുവേശിയിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷാവിധി വേറെ, ന്യായവിധി വേറെ. ശിക്ഷാവിധി മനുഷ്യവർഗത്തിന്റെ മേൽ ആവരണം ചെയ്ത് കിടക്കപ്പെട്ട ആ ശിക്ഷാവിധി അതിനെ ആദാമ്യവർഗം പാപം ചെയ്തു, നീതിമാനായിരുന്നില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശായി ചേർന്ന ഇല്ലാത്തവരായി ചേർന്ന മനുഷ്യനിലെ അതെ ആ നിത്യ മരണത്തിന്റെ ശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ടവരായി ദൈവകോടതി ശിക്ഷിക്കപ്പെട്ട മനുഷ്യരാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം തന്റെ പുത്രനെ പരസ്യമായി കാലിൽ ഉയർത്തി അത് വിശ്വസിക്കുന്നവർക്ക് അവരുടെ വിശ്വാസത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് പ്രാപിച്ചു കഴിഞ്ഞാൽ അവരുടെ മേലുള്ള ശിക്ഷാവിധി മാറിപ്പോയി. നമ്മുടെ മരണവസരം മാറി നമ്മെ നീതിയിൽ അംഗീകരിപ്പിച്ച് രക്ഷാവസ്ഥ കൊടുപ്പിക്കുന്ന നമ്മുടെ കർത്താവ് കാൽവരിക്കുറിച്ച് മരിച്ചുവെന്ന് വിശ്വസിക്കുന്ന ഭാവിക്ക് ഏത് ജ്ഞാനി മതസ്ഥരായാലും യേശുവിന്റെ കാൽവരി മരണം എന്റെ രക്ഷയ്ക്കാണെന്ന് വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും വിശ്വസിക്കുന്നവർ ക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനമുണ്ട്. അതാണ് ദൈവവചനം നമ്മെ അറിയിക്കുന്ന ഈ യാഥാർത്ഥ്യം. എന്നാൽ രക്ഷിക്കപ്പെട്ട ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ ആൾക്കാര് മരണം കഴിഞ്ഞ് സൂക്ഷിക്കാനല്ല, മരണത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഒരുപോലെ കാര്യങ്ങളുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ ജീവിച്ചിരിക്കുമ്പോൾ ആലോചനയിലേക്ക് കഴിയും. എന്നവൻ ന്യായവിധി എന്ന് പറയുന്നത് മനുഷ്യൻ ന്യായവിധി ഉണ്ട്. അത് ശരീരത്തിലിരിക്കുന്ന കാലങ്ങളെ ബന്ധിച്ച പ്രവൃത്തികളോടുകൂടിയാണ് അത് വിധിക്കപ്പെടുന്നത്. അത് ശരിയാണോ? ജ്ഞാനികവിജ്ഞാനിയായ ശലോമോൻ പഴയ നിയമത്തിൽ ഇങ്ങനെ പറയുന്ന 11-ാം അധ്യായത്തിന്റെ 13-14 യൗവനകാല സൃഷ്ടാവിനെ അറിയണം. നിനക്ക് വയ്യ എന്ന് പറയുന്ന ഒരു ദിവസങ്ങൾ നിനക്ക് പിന്നിൽ വരും. മനുഷ്യർ നല്ലതും തീയതുമായി ദൈവം നല്ലതും തീയതുമായ മനുഷ്യന്റെ രഹസ്യങ്ങളെ ന്യായ വിശദാനത്തിലേക്ക് കൊണ്ടുവരും. വളരെ ക്ലിയറായിട്ടാണ് പറഞ്ഞിരിക്കുക, കൊണ്ടുവരും. നല്ലതും തീയതുമായ സകല രഹസ്യങ്ങളും പൗലോസ് പറഞ്ഞിരിക്കുന്ന ആ ശൈലിയും ശലോമോൻ പറഞ്ഞിരിക്കുന്ന ഈ ശൈലിയും രണ്ട് ദൈവാത്മാവ് അതേ ഉച്ചരിച്ച